ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടിലുള്ള വാഴയെ ഇന്നലെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇക്ക പറഞ്ഞേ, ഈ വാഴപ്പിണ്ടി കൊണ്ട് നമുക്കൊന്ന് ബജ്ജി ഉണ്ടാക്കി പരീക്ഷിച്ചാലോ എന്ന്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല കേട്ടോ, എൻ്റെ ഇക്കയാണ്. ഇക്കേ കട്ടി കുറച്ച് ചെരിച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ഇനി ആ അരിഞ്ഞിട്ടുള്ള വാഴപ്പിണ്ടിയത്തെ നാരൊക്കെ ഉണ്ടല്ലോ, അത് വേലിച്ചെടുക്കുക. ശേഷം നന്നായി കഴുകിയെടുക്കാം. ബാക്കി പാതിയെ ഇക്ക ഉപ്പേരിക്ക് വേണ്ടി അരിഞ്ഞു വെച്ചതാണ്. തേങ്ങയും ജീരകമൊക്കെ വെച്ചുണ്ടാക്കിയാലേ പൊളിക്കും. ബജ്ജിക്ക് മാവെടുത്തിട്ടുള്ളത് ആച്ചീൻ്റെ ആണ് കേട്ടോ. അപ്പം നമ്മളെ അതിന്ന് കുറച്ച് പൊടിയെടുത്തിട്ട് വെള്ളമൊഴിച്ച് കലക്കിയിട്ടുണ്ട്. ആച്ചിൻ്റെ ബജ്ജി മാവും കൊണ്ടേ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്കേ ഓരോന്നും മാവിൽ മുക്കാം. ഇനി ഒരു പാത്രത്തിലെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമ്മുടെ മാവിൽ മുക്കിയ വാഴപ്പിണ്ടിയെ എണ്ണയിലോട്ടിടാം. ഞാൻ എണ്ണ ഒഴിക്കണുണ്ടപ്പോൾ നിങ്ങൾ എന്താ ഈ പിശുക്ക് ഇത്ര ഒഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബജ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇടാം. അതിനുശേഷം കൈക്കൽ പരിപാടി. ചിലപ്പോൾ വിചാരിച്ച പോലെയല്ല, ശരിക്കും വാഴക്ക ബജ്ജി മാറി നിൽക്കും. അപ്പം നിങ്ങൾക്കും കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.